ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ചപ്പാത്തിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ട എടുക്കുവാണ്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ഇടഞ്ഞെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സ്പൂണ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഓയിൽ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ തന്നെ വേണം, നിർബന്ധമില്ല. നമുക്കിഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചപ്പാത്തി ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള മുട്ട നമുക്ക് റെഡിയാക്കാം. ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൂടെ 2 പച്ചമുളകും സ്വല്പം മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി അത് നമുക്ക് ചെറിയ ഓരോ ബോളാക്കി എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സൈഡിൽ നമുക്ക് സ്വല്പം എണ്ണ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം. എണ്ണ ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. അതിഷ്ടമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പം നിർബന്ധമൊന്നുമില്ല. എണ്ണ ഉപയോഗിക്കാത്ത ചപ്പാത്തി ആണെങ്കിൽ തേക്കുകയൊന്നും വേണ്ട. ചപ്പാത്തി മൂത്ത് വന്നിട്ടില്ല. അത് നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. അതിനുശേഷം സ്വല്പം എണ്ണ തേച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ രീതിയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലെക്സ് വേണമെങ്കിലും അതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തർക്ക് എരിവിന് ആവശ്യം. ആദ്യം നമ്മൾ പച്ചമുളക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ ചില്ലി ഫ്ലെക്സ് കൂടെ ഇടുവാണ് അതിൻ്റെ മുകളിൽ. രണ്ട് സൈഡ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മടക്കി എടുക്കാൻ പോകണം. ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.
ചപ്പാത്തി റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇതിനോട് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ.